നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ സിപിഎമ്മും സിപിഐയും സിപിഐയുടെ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങൾ ഇന്ന് ചേരും. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെയാണ് നടക്കുക. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിലേക്ക് ഔദ്യോഗികമായി കടക്കുകയാണ് സിപിഎമ്മും സിപിഐയും, അല്ലേ? ജിൽസി, അതെ, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശമൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇനി ഒരു മാസക്കാലമുണ്ട് റിസൾട്ട് വരാൻ. അതുകൊണ്ട് തന്നെ അതിനിടയിൽ എങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായി കാര്യങ്ങളൊക്കെ എത്തിയത് എന്നുള്ള കണക്കുകൂട്ടലിലേക്കാണ് ഇപ്പോൾ ഇടതുമുന്നണി കടക്കാൻ പോകുന്നത്. അതിനു മുമ്പാണ് CPIയുടെയും CPMന്റെയും നേതൃയോഗങ്ങൾ ചേരാൻ പോകുന്നത്. ഇന്ന് 10 മണിക്ക് CPIയുടെ എക്സിക്യൂട്ടീവ് യോഗവും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് യോഗവും ആരംഭിക്കും. ആദ്യം സെക്രട്ടേറിയറ്റ് യോഗം നടക്കും, അതിനുശേഷമാണ് എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. അതിനുശേഷം നാളെയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. നിലവിലിപ്പോൾ നേതാക്കളൊക്കെ വിലയിരുത്തിയിട്ടുള്ളത് ഒരു തുടർഭരണം ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലാണ് അവരുള്ളത്. അത്തരം ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുമുന്നണി നേതാക്കൾ ഒക്കെയും ഉള്ളത്. അതിന് പ്രധാനമായും അവർ പറയുന്നത് വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട്. അത് മുന്നോട്ട് വെച്ച് ജനങ്ങളിലേക്ക് പോയപ്പോൾ അവർ സ്വാഭാവികമായും ആ വികസനത്തിനാണ് വോട്ട് ചെയ്തത് എന്നുള്ളതാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ അത് CPMും CPIയും നിലവിൽ പ്രാഥമികമായി നടത്തിയിട്ടുണ്ട്. നേതാക്കൾ അത്തരം നിലപാടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ CPI എക്സിക്യൂട്ടീവും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റും നടക്കുമ്പോൾ ജില്ലാതലത്തിൽ ക്രോഡീകരിച്ചിട്ടുള്ള പ്രാഥമികമായ കണക്കുകൾ, ആരൊക്കെ വോട്ട് ചെയ്തു, ഏതൊക്കെ പ്രദേശങ്ങളിൽ തിരിച്ചടിയായി എന്നതുൾപ്പെടെയുള്ള കണക്കുകൾ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ അത് വ്യക്തമായിക്കൊണ്ടുള്ളൊരു വിലയിരുത്തലിലേക്കാണ് നിലവിൽ കടക്കുക. CPMും കടക്കാൻ പോകുന്നത് അതേ നിലയിലുള്ള ഒരു കണക്കുകൂട്ടൽ അവരുടെ അവലോകനത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ജില്ലകളിൽ നിന്ന് ബൂത്ത് അടിസ്ഥാനത്തിൽ ഒക്കെയുള്ള കണക്കുകൾ നിലവിൽ തന്നെ ഇരു പാർട്ടികളും ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വിശകലനത്തിലേക്കാണ് നിലവിൽ എന്തായാലും ഇന്ന് നടക്കുന്ന CPI നേതൃയോഗത്തിലും നാളെ നടക്കുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉണ്ടാവുക എന്നതാണ്. അതിനുശേഷമാകും ഒരു കൃത്യമായ കണക്കിലേക്ക്. പക്ഷേ അത്രമാത്രം കൃത്യമായിരിക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ജനങ്ങളാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. പാർട്ടികൾ നടത്തിയ അവലോകനങ്ങളിൽ ഉള്ള ആത്മവിശ്വാസമൊക്കെ പിന്നീട് അത് ഫലം വരുമ്പോൾ മാറുന്ന സാഹചര്യമൊക്കെ പലതവണ കണ്ടിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അടിത്തട്ടിൽ ഏറ്റവും കൃത്യമായി പാർട്ടികൾക്ക്, മുന്നണികൾക്ക് ലഭിക്കുന്ന കണക്കുകൾ അത് ശേഖരിച്ച് ആ കണക്ക് മാത്രം നടത്തിയുള്ള അവലോകനത്തിലേക്കായിരിക്കും ഇത്തവണ ഇരു പാർട്ടികളും കടക്കുക. അപ്പോൾ CPM CPI പാർട്ടികൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകനങ്ങളിലേക്ക് കടക്കുകയാണ്. വിശദാംശങ്ങളാണ് വിജിൻ നൽകിയത്.